അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൗലവിയെ കുറിച്ചൊരു ആരോപണം കേട്ടോ, അതിന്റെ സത്യാവസ്ഥ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ചോദിച്ചോളി. തൗഹീദിന്റെ കാര്യത്തിൽ ഉമർ മൗലവിക്ക് പിഴച്ചു എന്ന് താങ്കൾ പറഞ്ഞതായി ഒരു ആരോപണം കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? ഒന്ന് വിശദീകരിക്കാവോ മൗലവി? ഉമർ മൗലവി തൗഹീദിന് വേണ്ടി അഹോരാത്രം പൊരുതിയ മഹാപണ്ഡിതനാണ്. കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. ആ സത്യവും അതിനദ്ദേഹം ചെയ്ത ത്യാഗങ്ങളും നിഷേധിക്കുന്ന രൂപത്തില് എന്റെ ഏതെങ്കിലും സംസാരങ്ങളിലോ പരാമർശങ്ങളിലോ എന്ത് വന്നു പോയിട്ടുണ്ടെങ്കിലും അതിൽ ഞാൻ നിർവ്യാജം ധരിക്കുക. അത്തരം പരാമർശങ്ങൾ എടുത്ത് സമൂഹത്തിൽ ഇന്നും ഫിത്ന സൃഷ്ടിക്കാൻ നടക്കുന്നവരോട് അത് നിർത്തിവെക്കണമെന്ന് വിനീതമായൊരു അപേക്ഷയും എനിക്കുണ്ട്. എന്നാൽ ഉമർ മൗലവി എടുക്കോ നമ്മുടെ ഏതൊരു പണ്ഡിതനെ കുറിച്ചും വിശ്വാസങ്ങളിലും കർമ്മകാര്യങ്ങളിലും അന്ധമായി അനുകരിക്കേണ്ട ആളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇല്ല, ഉമർ മൗലവിക്ക് അങ്ങനെ ഒരു വാദമില്ലല്ലോ. അല്ല, അങ്ങനെ അനുകരിക്കാൻ പറ്റിയ മൗസൂമുകളാണ് തങ്ങളെന്ന് മഹാനായ ഉമർ മൗലവി ഒരു പണ്ഡിതൻ പറഞ്ഞിട്ടുമില്ല. ഇല്ല. മാത്രമല്ല, ജിന്നുവാദികളുടെ ഇത്തരം തഖ്ലീദിയൻ ചിന്താഗതികൾക്കെതിരെ ധീരമായി ചലിപ്പിച്ച തൂലികയാണ് മൗലവിയുടെ സൽസബീൽ മാസി എന്ന്. അത് തുറന്നു നോക്കി നമുക്ക് ബോധ്യപ്പെടും. തീർച്ചയായും. ഇത് സംബന്ധമായി അത് പറഞ്ഞ ഒരു പരാമർശം തന്നെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു. ഉമർ മൗലവിയുടെ പരാമർശം നോക്കി. ഇതില് ഇപ്പൊ ജിന്നുവാദികൾ പറയുന്നത് ഇപ്പൊ അഖീദയിൽ ഇമാമർക്കൊന്നും തെറ്റുപറ്റൂലാണല്ലോ, ഒരു മത്സൂമാർക്കാണ് ഇപ്പൊ ജിന്നുവാദികളെ ഒരു ഇത് പറയല്. അവർ പറയാറില്ല മുജാഹിദുകൾ തെറ്റുപറ്റുമോ, മുജാഹിദുകൾ ചെറുക്കിലേക്ക് പോകുമോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്. എന്നാൽ ഉമർ മൗലവിന്റെ സൽസബിയിൽ ഇത് സംബന്ധമായിട്ട് 99 ഫെബ്രുവരിയിൽ നൽകിയൊരു സന്ദേശം. ഇത് MP അബ്ദുൽ ഖാദർ മൗലവി അവരുടെ പ്രസംഗത്തിൽ നിന്ന് എടുത്തു വെച്ചതാ. ഞാൻ വായിച്ചു നോക്കി എന്താണ് നമ്മളെ മനസ്സില്. ഉമർ മൗലവിന്റെ നിലപാട് മനസ്സിലാക്കാന് നമ്മൾക്ക് ഇതാണ് ഏറ്റവും നല്ലത്. യഥാർത്ഥ സത്യവിശ്വാസത്തിന്റെ വിശ്വാസങ്ങൾക്കും കർമ്മങ്ങൾക്കും നോക്കും, വിശ്വാസങ്ങളായി പൊട്ടിട്ടോ, കർമ്മങ്ങൾക്കും ആചാരമര്യാദകൾക്കും ആധാരമാക്കേണ്ടത് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ തിരുസുന്നത്തുമാണ്. ചോദ്യം ചെയ്യാതെ അനുസരിക്കുകയും പിൻപറ്റുകയും ചെയ്യേണ്ടത് നബി തിരുമേനിയെ മാത്രമാണ്. അവിടുന്ന് പാപങ്ങളിൽ നിന്ന് സുരക്ഷിതനാണ്. മൗസൂം അവിടുന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, റസൂൽ അല്ലാതെ ഈ അഹമ്മദ് ഒരൊറ്റ ഇമാമിനെയും മൗസൂമാകുന്ന ഒഴിവാക്കുന്നില്ല ഈ പദവിന്ന്. അല്ല, ഈ പദവി ഒറ്റ ആൾക്കും മൗലവി നൽകുന്നില്ല സൽസബിയിൽ കൂടി. കാരണം അള്ളാഹുവിന്റെ റസൂൽ മാത്രം എന്ന് പറഞ്ഞാൽ മറ്റുള്ള കഴിഞ്ഞ ഒഴിവാണല്ലോ. അപ്പൊ തന്നെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ നമ്മൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സ്വീകരിക്കേണ്ട പണ്ഡിതന്മാരുകളൊക്കെ. ഇത് അമർമോളി പറഞ്ഞ തന്നെയല്ല, മറ്റാർക്കും പിഴവ് സംഭവിക്കാനോ തെറ്റുപറ്റാനോ സാധ്യതയുണ്ട്. അതിനാൽ നബി തിരുമേനിയല്ലാത്ത ആരുടെ വാക്കും പ്രവൃത്തിയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്വീകരിക്കാവൂ. ഏതെങ്കിലും ഒരു മഹാൻ പറഞ്ഞത് പ്രവർത്തിച്ചത് എന്നതുകൊണ്ട് മാത്രം അത് ഇസ്ലാമിൽ കർമ്മമോ ആചാരമോ ആകുന്നില്ല. അപ്പൊ ഏത് ഇമാം അഹമ്മദ് ഹംബൽ പറഞ്ഞ്, ഇമാം അഹമ്മദ് ഹംബൽ ചെയ്ത്, നബവി ചെയ്ത്, മറ്റേ ഇമാമ് ചെയ്ത്, ഇതുകൊണ്ടൊന്നും ഇസ്ലാമിൽ ഒരു ജിന്നം വിളിച്ചു തേടിയ ശിർക്കല്ലാത്തൊരു ജിന്നും മൽക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം തെളിയൂല. അതിന് അഹമ്മദ് ഹംബലോ ഏത് പണ്ഡിതനായിട്ട് അങ്ങനെ ഒരു ജിന്നും മലക്കും ഉണ്ട് എന്ന വിശ്വാസത്തിന് ഖുർആനിൽ നിന്നും സ്വഹീഹ് ഹദീസിൽ നിന്നും അവർ തെളിവ് ഉദ്ധരിച്ചിട്ടുണ്ടോ എന്ന് നോക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് അവരാരും ഉദ്ധരിച്ചിട്ടില്ല. ജിന്നുവാദികൾ വിളിച്ചു തീർച്ചാൽ ശിർക്കല്ലാന്ന് പറയുന്ന ജിന്നിന് തെളിവായിട്ട് ഉദ്ധരിച്ച കോട്ടിങ്സ് ഒന്നും തന്നെ ഇങ്ങനത്തെ ഒരു ജിന്നും മലക്കും ഉണ്ട് എന്ന വിശ്വാസത്തിന് ഖുർആനിൽ നിന്നോ സ്വഹീഹ് ഹദീസിൽ നിന്നോ ഒരൊറ്റ തെളിവ് ഇവിടെ ഉദ്ധരിച്ചില്ല. 40 ചില്ലറ പണ്ഡിതന്മാരാ
ഓലെ സലഫി വോയിസ് എന്നൊരു പ്രസിദ്ധീകരണം ഉണ്ട്, കാസർകോട്ട് നടക്കുന്ന 40 ചില പണ്ഡിതന്മാരിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം ഖുറാഫിയ മാതിരി ഉറച്ചൊന്നിലും ഖുർആനും ഹദീസും പോലെ വാദത്തിന് തെളിവ് ഉദ്ധരിച്ചതായിട്ട് അതിലില്ല. ഇതിനാണ് തഖലീൽ എന്ന് പറയാ. അങ്ങനെ അവരെ ഉദ്ധരിക്കുന്നത്. എന്നിട്ട് സൽസബീനത് ഒന്നുകൂടി നോക്കി, ആ പറഞ്ഞതും പ്രവർത്തിച്ചതും അപ്പൊ ഏതെങ്കിലും ഒരു മഹാൻ പറഞ്ഞതും പ്രവർത്തിച്ചത് എന്നത് കൊണ്ട് മാത്രം അത് ഇസ്ലാമിൽ കർമ്മമോ ആചാരമോ ആകുന്നില്ല. ആ പറഞ്ഞതും പ്രവർത്തിച്ചതും അള്ളാഹുവിന്റെ കൽപ്പനക്കനുസൃതമാണോ, തിരുമേനിയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണോ എന്ന് പരിശോധിച്ച് അങ്ങനെ തന്നെ എന്ന് ബോധ്യപ്പെടാതെ സ്വീകരിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു മർമ്മപ്രധാനമായ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഭിന്നവാദികൾ പറയുന്നുണ്ടല്ലോ, വിജനഭൂമിയിൽ നാം പ്രയാസത്തിന് വഴിയറിയാതെയും ഇരുളിൽ തപ്പിത്തറിയുന്ന പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ യാ ഇബാദല്ലാ എന്ന് വിളിച്ചാൽ ശിർക്കല്ലാന്ന്. അപ്പൊ ഇങ്ങനെ വിളിച്ചു തേടിയാൽ ശിർക്കല്ലാത്ത, അഥവാ വിളിച്ചു തേടിയാൽ ഉത്തരം ചെയ്ത് സഹായിക്കാൻ കഴിയുന്ന ഒരു ജിന്നും മൽക്കും ഉണ്ട് എന്ന വിശ്വാസത്തിന് ഈ പണ്ഡിതന്മാർ, ജിന്നുവാദികൾ ഉദ്ധരിക്കുന്ന പണ്ഡിതന്മാർ എഴുതി വെച്ച, അതിലെഴുതി അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ എഴുതി വെച്ച ആ വിശ്വാസത്തിന് ഖുർആനിൽ നിന്നോ സഹീഹ് ഹദീസിൽ നിന്നോ തെളിവുണ്ടോ നമ്മൾ പരിശോധിക്കുന്നതാണ് ഉമർ മൗലവി പഠിപ്പിക്കുന്നത്. അതെ, തീർച്ചയായും. ആ ഉമർ മൗലവി പഠിപ്പിച്ചതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്ത് ഇവരുടെ ഉദ്ധരണികളിലെല്ലാം ഇങ്ങനെ എന്തെങ്കിലും തെളിവ് പോലെ വിശ്വാസമോ ഖുർആനോ ഹദീസിനോ സഹീഹ് ഹദീസിനോ ഖുർആനിൽ നിന്നോ വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു. പരിശോധിച്ചോർക്കും അതിലൊന്നും തെളിവില്ല. അപ്പൊ ഉമർ മൗലവി പറഞ്ഞ അനുസരിച്ച് നമ്മൾ അവരെന്ത് ചെയ്ത് തള്ളി. തെളിവില്ലാതെ പറഞ്ഞ അതാണ് നമ്മളിപ്പോ ചെയ്തത്. അതുപോലെ തന്നെ സൽസബീൽ വേറുള്ളത് അതാണ് ഇപ്പൊ അതിന്റെ വസ്തുത. ഇനി സൽസബീലിന്റെ പ്രഖ്യാപിത നയം തന്നെ ആളെ നോക്കണ്ട, തെളിവ് നോക്കണം എന്നാണല്ലോ. അതാണ് മൗലവിൻ്റെത്. ഇതിൽ നിന്ന് മൗലവിയുടെ പ്രഖ്യാപനങ്ങളെയോ എഴുത്തുകളെയോ അദ്ദേഹം ഒഴിവാക്കിയിട്ട് എന്റത് മാത്രം ആളെ നോക്കണ്ട, ആളെ നോക്കിച്ചോളി മൗലവിയാ പറഞ്ഞത് നമ്മൾ എടുക്കണമെന്ന് മൂപ്പര് പറഞ്ഞിട്ടില്ല. തെളിവിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ഈ പണ്ഡിതൻ പഠിപ്പിച്ച തൗഹീദാണ് ഇന്നും ഞാൻ ഉൾക്കൊള്ളുന്നത്. അങ്ങനെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉമർ മൗലവി നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന വിശുദ്ധ തൗഹീദ് അതെന്താ? അള്ളാഹു അവന്റെ ദാത്തിലും സിഫാത്തിലും അഫ്വാലിലുമെല്ലാം ഏകനാണ് എന്നുള്ളതാണ് തൗഹീദ്. അതിന് വിരുദ്ധമായി ഗുണവിശേഷണങ്ങളിൽ ഏകത്വം എന്ന കാര്യം തൗഹീദിന്റെ അർത്ഥത്തിൽ ഉൾപ്പെടുത്തിയത് ശരിയല്ല എന്ന് ആരെഴുതിയാലും, അതിന് ഉമർ മൗലവി എന്നല്ല ആര് തന്നെ ആരെഴുതിയാലും പറഞ്ഞാലും അബദ്ധമായിട്ടല്ലാതെ എനിക്കതിനെ കാണാൻ കഴിയില്ല. എന്റെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. കാരണം അള്ളാഹുവിന്റെ ദാത്തിലെ ഏകത്വം എന്നതുപോലെ തന്നെ അവന്റെ സിഫാത്തിലെ ഏകത്വവും തൗഹീദിന്റെ അർത്ഥത്തിൽ പരമപ്രധാനമായ ഘടക. ഉമർ മൗലവിയുമായി ബന്ധപ്പെട്ട് സൽസബീൽ മാസികയിൽ വന്ന ചില പരാമർശങ്ങളോടുള്ള വിയോജിപ്പ് എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഞാൻ കേരള ജമിയത്തുലമയ 29/1/2004 തന്നെ എഴുതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ ബഹുമാന്യ സുഹൃത്ത് ഹുസൈൻ സലഫിയെയും ഇത് ഞാൻ നേരിട്ട് കാണിച്ചു കൊടുത്തതാ. ഇത് സംബന്ധിച്ച് ഞാൻ ജമിയത്തുലമയ്ക്ക് എഴുതിയ തത്വം, അതിനവർക്ക് തന്ന മറുപടിയും സൽസബീൽ മാസികയും ഒക്കെ എന്റെ സുഹൃത്ത് ഹുസൈൻ സലഫി സാഹിബിനെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ വന്ന ചില പാകപ്പിഴവുകൾ അങ്ങ് ജമിയത്തുലമയും എന്നെ രേഖാമൂലം എഴുതി അറിയിച്ചതാണ്. ബഹുമാനപ്പെട്ട നമ്മളെ പണ്ഡിതനുണ്ടല്ലോ, തൗഹീദിന്റെ വേണ്ടി പൊരുതിയ പണ്ഡിതന് കുഞ്ഞീദ് മദനി. ആ കുഞ്ഞീദ് മദനിയാണ് ജമിയത്തുലമക്ക് വേണ്ടി എനിക്ക് മറുപടി എന്നതെന്ന്. അന്ന് തന്നത് കുഞ്ഞീദ് മദനിയാ. സലഫിയിൽ മാസികയിലെ ഈ പരാമർശം നേരിട്ട് വായിച്ച ഹുസൈൻ സലഫിയും ആ പരാമർശങ്ങളോട്
അന്ന് യോജിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല എന്താ സംഭവിച്ചെന്നറിയാം നിങ്ങൾക്ക്, ഇത്തരം കാര്യങ്ങൾ പൊതുജന സമക്ഷം പറയരുതെന്ന് അദ്ദേഹം എന്നോട് വസിയത്തും ചെയ്തതാണ്. അതെ 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 അതെ. ഞാൻ കാണിച്ചു കൊടുത്ത ഹുസൈൻ സലഫിക്ക് നേരിട്ട് ഉമർ മൗലവിയുടെ സൽസബീൽ മാസിയിൽ ചില പരാമർശങ്ങളിലുള്ള അബദ്ധങ്ങളും അത് ഞാൻ ജമിയത്തുലമക്ക് അത് സൂചിപ്പിച്ച് കത്ത് എഴുതിയതും അതിന് ജമിയത്തുലമ എനിക്ക് എഴുതിയ കത്ത് മറുപടിയും എല്ലാം ഞാൻ ഹുസൈൻ സലഫിക്ക് കാണിച്ചു കൊടുക്കുന്ന മൂപ്പുമായിട്ട് സലഫിയായിട്ട് ബന്ധപ്പെടുത്ത ഈ വിമർശകര്. അതെ 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 അതെ. ആ കഥ വായിച്ച ഹുസൈൻ സലഫിക്കും ആ പരാമർശങ്ങളോട് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് നിങ്ങള് പുറത്തു വിടാറ് പൊതുജനങ്ങളുടെ പറഞ്ഞാൽ അപകട എന്ന് പറഞ്ഞ എന്നോട് പുറത്തു വിടാറുള്ള വസീയത്ത് ചെയ്ത മഹാപണ്ഡിതനാണ് ഹുസൈൻ സലഫി. അതെ അതെ. അന്ന് മൗലവി ഉമർ മൗലവി ജീവിച്ചിരിപ്പുണ്ടോ ഈ പരാമർശം KJ? ഇത് എന്റെ ശ്രദ്ധയപ്പെടുന്നത് 2004 ഈ സരസ്വതിയിൽ ചെറിയ ഒരു അബദ്ധങ്ങൾ വന്നത് എന്നെ ശ്രദ്ധയപ്പെടുന്നത് 2004. ഉമർ മൗലവി ഹൈ ആയിട്ടില്ല. നമുക്കിപ്പോ ചോദിച്ച് മനസ്സിലാക്കുവാനാണ് അത് മനഃപൂർവ്വമാണോ അത് അറിയാതെ സംഭവിച്ചാണോ എന്ന് ചോദിക്കാൻ നമുക്ക് ഉമർ മൗലവി ഇല്ല. പിന്നെ സ്വാഭാവികമായിട്ട് KJ സമർപ്പിക്കാനേ പറ്റുള്ളൂ. അല്ല മനഃപൂർവ്വമാവാൻ ഒരിക്കലും സാധ്യതല്ല. അറിയാതെ മനുഷ്യർ, കാരണം ഞാൻ പറഞ്ഞ ഉമർ മൗലവിയൊക്കെന്ന് പറഞ്ഞാൽ അള്ളാന്റെ റാത്തിലും സിഫാത്തിലും അഫ്വാലും അസ്മാഉ സിഫാത്തിലും ഏകനാണെന്നുള്ള തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത കഷ്ടപ്പാട് സഹിച്ച പണ്ഡിതന്മാരൊക്കെ. അപ്പൊ അവരെയൊക്കെ ഇപ്പോ അക്ഷരത്തെറ്റുകളും അല്ലെങ്കിൽ ഒരു വീട്ടില് അശ്രദ്ധൊക്കെ വന്നു പോകാലോ. അതെ അതെ, തീർച്ചയായും വരാം. അതുണ്ടാവാം. പക്ഷെ അത് ശ്രദ്ധയിൽപ്പെടുത്താന് അന്ന് ഉമർ മൗലവി എന്നെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഉമർ മൗലവി ഇത് ജീവിച്ചിരുത്തിയിട്ടില്ല. എന്നിട്ടും ഉമർ മൗലവിയുടെ മകന് മുബാറക്കില്ലേ, മുബാറക്കിനോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മുബാറക് സാഹിബിനോട് അന്ന് മുബാറക്കിനൊക്കെ ഓർമ്മ ഉണ്ടോ ഓർമ്മ, ഇങ്ങനൊരു അബദ്ധം ഉണ്ട്, അതെങ്ങനെയെങ്കിലും നമ്മൾ തിരുത്തണമെന്ന് അന്ന് മുബാറക്കിനോട് ഞാൻ വിളിച്ചേർന്നതാ. അതെ 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 അതെ. അന്ന് അവരോട് വിളിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അത് പൊതുജനങ്ങളോട് പറയാറുള്ള ഹുസൈൻ സലഫി അന്നോട് വസീയത്ത് ചെയ്തത്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഇനിയും ജനമധ്യത്തിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ജിന്നവാദികൾക്ക് കൂടുതൽ തിരിച്ചടിയാവുകയേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം ഹുസൈൻ സലഫി, ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫിനോട് ചോദിച്ചാൽ അറിയാം. സലഫിനോട് ചോദിച്ചു നോക്കിയാൽ സലഫിനോട് പറഞ്ഞു കൊടുക്കൂ. അത് നമ്മള് വിവാദമാക്കി പുറത്തു നൽകിട്ടാൽ നമ്മൾക്ക് അതുകൊണ്ടൊരു ഗുണവും വരാൻ പോകുന്നില്ല. പക്ഷേ വരുന്ന സലഫിക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും ജിന്നവാദി ഉണ്ടെങ്കിൽ ഹുസൈൻ സലഫിനോട് വിളിച്ച് ചോദിക്കട്ടെ. ആ സൽസദിയിൽ ഉമർ മൗലവി എഴുതിയത് നമ്മൾ പരാമർശിക്കുക, ഞാൻ പുറത്ത് മത്സരിക്കാൻ പറ്റുമോ, അതിന് അബദ്ധമില്ലേ ഉണ്ടോന്നൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കട്ടെ. എന്നിട്ടാവട്ടെ എന്റെ നേർക്ക് തിരിയല്, എന്റെ നേർക്കുള്ള തിരിച്ചല്. അപ്പൊ ഹുസൈൻ സലഫിയോട് ചോദിച്ചാൽ ഇതിനെപ്പറ്റിയാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് ഇത്ര മാത്രമേ എനിക്ക് പ്രതികരിക്കാനുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി എന്തെങ്കിലും വിശദീകരണം വേണ്ടിയാണ് ഞാൻ പിന്നീട് നൽകുന്നതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും.